RS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഒരു 3 മാസക്കാലമായി ഉപയോഗിക്കുന്ന വിൻസർ EVയുടെ പല റിവ്യൂസും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജോയ്സ്റ്റിക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിൻസർ EVയുടെ ഗിയർ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കാണിത്. അതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ പാർക്കിംഗ് മോഡിലാണ്. ഇതിൻ്റെ പാർക്കിംഗ് മോഡെന്ന് പറയുന്നത് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിംഗ് മോഡാണ്. ഏത് ലെവലിൽ കിടക്കുവാണെങ്കിലും അത് പാർക്കിംഗ് മോഡിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് പാർക്കിംഗ് മോഡ്, ഹാൻഡ് ബ്രേക്ക് ഓണാണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ബ്രേക്ക് ചവിട്ടുമ്പോൾ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനായി, ഇപ്പോൾ സാധനം റെഡിയായി, വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബട്ടണുണ്ട്. ഈ ബട്ടണാണ് നമ്മുടെ ബ്രേക്ക് റിലീസ് ചെയ്യുന്നൊരു ബട്ടൺ. അത് ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് റിലീസാവും. അപ്പോൾ ബ്രേക്ക് റിലീസായി കഴിയുമ്പം അവിടെ അത് ക്ലിയറായിട്ട് കാണിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഇതിനകത്ത് കാണുന്നത് ഇപ്പോൾ ന്യൂട്രലാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ്, അതായത് ഇങ്ങോട്ട് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക്, ഇത് നേരെ മോഡിലേക്ക് പറ്റിയാൽ വീണ്ടും ന്യൂട്രലിലേക്ക് വരും. ഒന്നും നീക്കി കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് മോഡിലേക്ക് പോകും. അപ്പോൾ തന്നെ നമ്മുടെ 360 ക്യാമറയും ഓണാവും. ഓക്കെ, കാണുന്നത് നിങ്ങൾക്ക് ബാറ്ററിയുടെ ഇത് കാണാൻ പറ്റും. 33% ബാറ്ററിയിൽ ഇനി 104 കിലോമീറ്ററുകളെയും നോർമൽ മോഡിൽ ഓടാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ജോയ്സ്റ്റിക്കിൽ ഇതിൽ സെറ്റ് ചെയ്തേക്കണം. ഇതിലേക്ക് നമുക്ക് പലതും സെറ്റ് ചെയ്യാം. എയർ കണ്ടീഷൻ സെറ്റ് ചെയ്യാം, മോഡ് സെറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പോർട്സ് മോഡിലിട്ടാലും ഇപ്പോൾ ഇക്കോ പ്ലസ് ആയി, അടുത്തത് ഇക്കോ. ഓക്കെ, പിന്നെ നോർമൽ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത് നോർമൽ മോഡിലായിരിക്കും. അപ്പോൾ ഏത് ഇക്കോ പ്ലസ്സോ ഏത് മോഡിൽ കിടന്നാലും അത് ഓൺ ആക്കുമ്പോൾ, ഓഫ് ചെയ്തിട്ട് ഓൺ ഓൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തിലായിരിക്കും, നോർമൽ മോഡിലായിരിക്കും തുടങ്ങുക. ഓക്കെ, ഇത് നമ്മുടെ എത്ര കിലോ വാട്ട് എടുക്കുന്നുണ്ട്. മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പവർ എടുക്കുന്നത്, താഴത്തേക്ക് ഒരര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീജനറേറ്റിംഗ് ആണ്. ബാറ്ററി റീചാർജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഒരു പിക്ചർ കാണാം. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ലൈറ്റ് തെളിയും. ഹെഡ് ലാമ്പ് ഇപ്പോൾ ഓണാണ്. ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക്കാണ്, അത് തെളിയും. വൈപ്പർ ഓട്ടോമാറ്റിക് സെൻസറാണ്, അതും വർക്ക് ചെയ്യും. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഓഡോമീറ്ററാണ്, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് ബാക്ക് വിഷനാണുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുവാണെങ്കിൽ ഫ്രണ്ട് വിഷൻ കാണിക്കും. ഇപ്പോൾ ഫ്രണ്ട് വിഷനാണ് കാണിക്കുന്നത്, അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ക്യാമറയുടെ എല്ലാ ക്യാമറകളും വർക്ക് ചെയ്യിക്കാം. അതായത് ഇത് 360 ഡിഗ്രി, അതായത് വെലിവേറ്റീവ് മോഡിലാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഈ സൈഡിൽ നീക്കിക്കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ക്യാമറ, അത് ലെഫ്റ്റ് റിയർ വ്യൂ മിററിൻ്റെ ബാക്കിലുള്ള താഴെയുള്ള ക്യാമറ വർക്ക് ചെയ്യും. ഇതാണെങ്കിൽ റൈറ്റ് സൈഡ് റിയർ വ്യൂ മിററിൻ്റെ, അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഇതാണെങ്കിൽ ബാക്ക്, നമുക്ക് തൊട്ടാൽ മതി അത് കാണാൻ പറ്റും. ഇതാണെങ്കിൽ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അങ്ങനെ രണ്ട് രീതി. ഇത് 2D വിഷനിലാണ് നമുക്ക് കാണുന്നത്. വണ്ടി കിടക്കുന്ന സ്റ്റൈലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ക്യാമറ സെറ്റിങ്സ് നമുക്ക് മാറ്റാം, സ്റ്റാറ്റിക്, ബോത്ത്, ഡൈനാമിക്, അങ്ങനെയൊക്കെ ആക്കാം. പാർക്കിംഗ് അസിസ്റ്റൻറ്റ് ലൈന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ക്യാമറ ഓട്ടോ എക്സിറ്റ് അറ്റ് 20 കിലോമീറ്റർ, ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 കിലോമീറ്റർ മുകളിൽ പോയാലും ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഓൺ ചെയ്യാറാണ് പതിവ്. 20 കിലോമീറ്റർ മുകളിൽ ക്യാമറയുടെ ആവശ്യം നമുക്ക് ഉണ്ടാവാറില്ല, വളരെ ചുരുക്കമല്ല ആവശ്യം ഉണ്ടാവാറില്ല. ഓക്കെ, ഇതാണ് ക്യാമറയുടെ ഓപ്ഷൻ. ക്യാമറയുടെ ഇതിൽ നിന്ന് നമുക്ക് വ്യൂവിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുടെ ഇതിൽ എക്സിറ്റ് ആകും. ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അപ്ഡേഷൻ നമ്മൾ കൺഫേം കൊടുക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്, പുതിയ വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താവും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സെല്ലാം വന്നത്. സെക്കൻഡ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അപ്ഡേറ്റ് നടത്തി, അതിനുശേഷം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് അപ്ഡേറ്റാണ്. നമുക്ക് നോക്കാം എന്നാ സംഭവിക്കുന്നു.
നമുക്ക് 1 by 1 ചെക്ക് ചെയ്യാതിന് ശേഷം. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ. 20 minutes എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻസ്റ്റലേഷൻ സക്സസ്ഫുള്ളി കാണിച്ചു. നമ്മൾ കൺഫേം കൊടുക്കുവാണ്. ഡിറ്റക്ട് ന്യൂ വേർഷൻ അഗെയിൻ ഐസ്മാർട്ട് സിസ്റ്റം അപ്ഡേറ്റ് ഉണ്ടല്ലോ അല്ലേ. ഡിറ്റക്റ്റിംഗ് no new version available. It is updated, completely updated now. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് നോക്കാം നമുക്ക്. നമുക്ക് ക്വിക്ക് ആക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് ആണ്. നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ഇത് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ വിൻഡോ ലോക്കാണ്. വിൻഡോ ലോക്ക് ചെയ്യാം. ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് MGന്ന് ഒരു കോൾ വരും എന്തെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ സൈഡിലുള്ള മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മിറർ ഫോൾഡായി. ഓക്കെ. അത് നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഇത് നമുക്ക് വളവിൽ സ്കിഡാവാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്ന സാധനമാണത്. പിന്നെ ഇത് ഓട്ടോ ഹോൾഡ്, നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് വണ്ടി പുറകോട്ട് പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇത് വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ക്വിക്ക് ആക്സസിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് AC-യുടെ കാര്യങ്ങളൊന്ന് പഠിക്കാം. AC ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ കൂടും, ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ മൈനസ്, അതെല്ലാവർക്കും അറിയാം. ഓക്കെ. ഇത് നമുക്ക് ഇതിനകത്തോടെ പുറത്തുനിന്ന് എയർ വലിക്കാനുള്ള അകത്തുനിന്ന് എയർ വലിക്കാനുള്ള പരിപാടികൾ. ഇത് AC ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെയും ഇങ്ങനെ കുറേ ബട്ടൺസ് കാണാം. AC നമുക്ക് അവിടെയും പ്രവർത്തിപ്പിക്കാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ AC എല്ലാം ഓണാവും. കണ്ടോ, AC ഓണായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ താഴെയുള്ള FM വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. പിന്നെ തീം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ജിയോയുടെ സിമ്മാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നമുക്ക് തീം ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള തീം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് വേറെ ഉപയോഗിക്കണമെങ്കിൽ വേറെ തീം നമുക്ക് ഉപയോഗിക്കാം. പേര് ലൈറ്റ് ചേസാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മൈ തീം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തീം വർക്കാവും. ഓക്കെ. ഇപ്പോൾ ഡാർക്ക് മോഡിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഡാർക്ക് മോഡിലുള്ളതേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. അടുത്തത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫോൺ വിളിക്കാം. നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വിളിക്കാനും ഡയലും കാര്യങ്ങളെല്ലാം ഇവിടെ വരും കേട്ടോ. ഡയൽ ഇവിടെ വരും, നമുക്ക് ഫോൺ ചെയ്യാം. ഇതാണ്. പിന്നെ FM റേഡിയോ, ഇത് വണ്ടിയുടെ സെറ്റിങ്സ് ആണത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് വരും. ഇത് അക്കൗണ്ട്, വണ്ടിക്ക് നമുക്കൊരു പേരിടാം, നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. അതുപോലെ തന്നെ ജനറലിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് മോഡ് ഓട്ടോ. അപ്പോൾ ഇത് വണ്ടിക്ക് ഉള്ളിലെയും പുറത്തേ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രകാശം അനുസരിച്ച് നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ക്ലസ്റ്റർ മോഡ്, ബ്രൈറ്റ്നസ്, ഇതെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. ബ്രൈറ്റ്നസ് സിങ്ക്രണൈസേഷൻ, ഇത് നമുക്ക് ബ്രൈറ്റ്നസ് സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഡാർക്ക് മോഡ് 6 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് മോഡിലേക്ക് അത് മാറും. രാവിലെ 5 മണിക്ക് മുതൽ അത് നോർമൽ മോഡിലേക്ക് വീണ്ടും തിരിച്ചു വരും. നമുക്ക് 5 മണി എന്നുള്ളത് നമുക്ക് ഒരു 6 മണി വയ്ക്കാം. ഓക്കെ. 6 മണി വേണ്ട, 7 മണി തന്നെ വയ്ക്കാം. അല്ല, 5 മണിയല്ല, 7 മണിയായിരുന്നു അത്. 7 മണി തന്നെ ടച്ച് ചെയ്യാം. ഓക്കെ. പിന്നെ സൗണ്ട് ആദ്യം ഞാൻ പെട്ടെന്ന് കണ്ടില്ല. വോയിസ് അസിസ്റ്റൻറ്റ് സൗണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. സിസ്റ്റം നോട്ടിഫിക്കേഷൻ വരും. സ്പീഡ്, വോളിയം കോമ്പൻസേറ്റ്, ടോൺ ഫീൽഡ്, നമുക്ക് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടത് ബേസിക്കലി ഇതാണ്. മറ്റേ സൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ആംബിയൻ ലൈറ്റ് ഇല്ലാത്തത് മിഡ് വേരിയൻ്റ് ആണ് ഈ വണ്ടി. ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് ഇല്ല. ആംബിയൻ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വാൾപേപ്പർ, നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ നമുക്ക് ഇത് USB കുത്തിവെച്ച് അതിനകത്ത് നമുക്ക് വാൾപേപ്പർ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ വാൾപേപ്പർ നമുക്ക് ഇതിനകത്ത് വരും. പിന്നെ USB സ്റ്റോറേജിലേക്ക് പോകാം. വൈഫൈ, പിന്നെ MG വോയിസ് നമുക്ക് പെണ്ണുങ്ങളുടെ ഇടാം, ആണുങ്ങളുടെ ഇടാം. മെയിൽ സൗണ്ട്, ഫീമെയിൽ സൗണ്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം.
ഇതിനകത്ത് ലോ ബാറ്ററി, ഗുഡ് ബൈ മെസ്സേജ് എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെൽക്കം മെസ്സേജ് നമുക്ക് റാൻഡം ഇടാം, കസ്റ്റം ഇടാം. കസ്റ്റം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യും. നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ സിസ്റ്റം നമ്മളോട് പറയും. ഓക്കെ. പിന്നെ സിസ്റ്റത്തിനകത്തുള്ള മറ്റുള്ള ഇതേത് സിസ്റ്റമാണെന്നുള്ളത്, പിന്നെ MGനെ കുറിച്ചൊരു ഡീറ്റെയിലിംഗ്, മറ്റേ പ്രൈവസി പോളിസി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഈ വീട് എനിക്ക് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹോമിലേക്ക് പോകും. ഇത് നമ്മളുടെ ഫോൾഡർ, നമ്മുടെ USB കണക്ട് ചെയ്യുന്ന അതിൻ്റെ ഫോൾഡറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ. ഇത് 360 ഡിഗ്രി ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം ക്യാമറ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു തന്നതാണ്, നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്ന മ്യൂട്ട് ചെയ്യാം, ഓൺലൈൻ സെറ്റ് ചെയ്യാം, വെഹിക്കിൾ സെറ്റിങ്സ് ചെയ്യാം, SRS ചെയ്യാം, ഡ്രൈവ് മോഡ് ചെയ്യാം, ക്യാമറ 360 ക്യാമറ എല്ലാം സെറ്റ് ചെയ്യാം. ഈ ഒരു ബട്ടണിലേക്ക് ഈ ഒരു ബട്ടണിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഞാൻ വെച്ചിരിക്കുന്ന മോഡാണ്. നമുക്ക് മോഡാണ് കൂടുതലായിട്ട് മാറ്റേണ്ട വരുന്നത്. അപ്പോൾ മോഡാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് മോഡ് ഇവിടെയും ഉണ്ട്. നമുക്കിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് ഇവിടെ വരും. മോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇതാണ് ഇപ്പോൾ സെറ്റിങ്സിനായി പറഞ്ഞത്. ഇത് നമുക്ക് AC സെറ്റിങ്സാണ്. AC സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത്, സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ സെറ്റിങ്സും കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് AC വേണോ, അങ്ങനെ കാര്യങ്ങൾ. ഇത് ഫാനിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫാനിൻ്റെ സ്പീഡ് കൂട്ടാൻ. ഇത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ ഫോൾഡ് ചെയ്യണം ആദ്യം കാണിച്ചത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇത് ജോയിസ്റ്റിക്കിലും ചെയ്യാം. ഇത് ജോയിസ്റ്റിക്കാണ്. ഈ ജോയിസ്റ്റിക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് വീൽ ഈ എയർ കണ്ടീഷനിങ് വരും. ഡബിൾ ക്ലിക്ക് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കി കഴിഞ്ഞാൽ മിറർ നമുക്ക് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മേളിലേക്ക് കഴിഞ്ഞാൽ മേളിലേക്കാവും, താഴ്ത്തേക്ക് കഴിഞ്ഞാൽ താഴ്ത്തേക്ക് മാറും. നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇത് തന്നെ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ മിറർ വർക്ക് ചെയ്യും കേട്ടോ. റൈറ്റ് സൈഡിൽ കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ. ഇത് നമുക്ക് ഈ ജോയിസ്റ്റിക്ക് തന്നെ മുകളിലേക്കും താഴേക്കും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും ഈ കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ജോയിസ്റ്റിക്ക് തന്നെ കേട്ടോ. ഈ ജോയിസ്റ്റിക്ക് തന്നെ മുകളിലേക്കും താഴ്ത്തേക്ക് കഴിഞ്ഞാൽ ആ കണ്ണാടി മുകളിലേക്ക് വരും. മുകളിലേക്ക് കഴിഞ്ഞ് മുകളിലേക്ക് താഴ്ത്തേക്ക് ഇത് ഡബിൾ ടാപ്പ് ചെയ്യണം, അത് വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് ഹെഡ്ലൈറ്റ് നമുക്ക് ഇങ്ങനെ ഈ രീതിയിലാണുള്ളത്. ഓട്ടോ, ലോ ബീം പൊസിഷൻ ചെയ്യാം, ലൈറ്റ് പൊസിഷൻ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് അതിനകത്തുള്ളത്. ഇതിനകത്ത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാം. ഹെഡ്ലൈറ്റിൻ്റെ ലെവല് പൊക്കവും കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കാണ് ഇതിനകത്തിട്ടിരിക്കുന്നത്. ഇരുട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടത് ലൈറ്റ് തെളിയും. പിന്നെ നമുക്കുള്ളത് പാട്ട് വയ്ക്കാനുള്ളത്. ജിയോ 7 ഇത് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത്. ജിയോ 7 നമുക്ക് ചെയ്യാൻ പറ്റും. ജിയോ 7 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാം. ലോഡാവാൻ കുറച്ച് താമസമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഇതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം. ആണ് അത് വരുന്നത്. വീണ്ടും അടുത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ എല്ലാ ഒരു ഐക്കൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം ഓരോ ഐക്കൺസാണ്. മീഡിയ ഇപ്പോൾ കാണിച്ചു തന്നെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ. സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യം. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റിങ്ങിന് പോകാം. ഡിവൈസ് മാനേജ്മെൻ്റ് ഉണ്ട്. ഡിവൈസ് മാനേജ്മെൻറ്റിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് കണക്ട് ചെയ്യിക്കാം. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ വർക്ക് ചെയ്യും. ഇതിനകത്ത് ഇത് നമുക്ക് ഡാർക്ക് മോഡ്, വാലറ്റ് മോഡ്, ക്വയറ്റ് മോഡ് അങ്ങനെയുള്ള സംഭവത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് തീം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇത് മെസ്സേജസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഇതിനകത്ത് മെസ്സേജും എല്ലാം വന്നു കഴിഞ്ഞാൽ മെസ്സേജ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് മെസ്സേജ് ഇങ്ങനെ വരും. അത് ഈ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സിമ്മിൽ കണക്ട് ചെയ്താൽ മാത്രമേ കേട്ടോ ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞില്ല, മുകളിലേക്ക് താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇവിടെ നമുക്ക് സെയിം സാധനം തന്നെ
അപ്പോൾ ജോയിസ്റ്റിക്കെ കാണിച്ചില്ല, അത് തന്നെ നമുക്കിത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഉള്ളത്. പിന്നെ നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും. ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ ഉണ്ട്, അതുകൂടാതെ ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ പാട്ട് വയ്ക്കാനുള്ള ഓപ്ഷൻസ് വരും. പിന്നെ ഇവിടെ നമുക്ക് കോൾ എടുക്കാം, സ്പോട്ടിഫൈ വരും, സെറ്റിങ്സ്, മാപ്പ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ വരും. ഓക്കെ, ഇതാണ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്നത്.